ചേട്ടാ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. എങ്കിൽ വല്ല പാർക്കിലിടാൻ പോവാം. പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിനുടമയാണോ കുഞ്ഞൂട്ടൻ? അങ്ങനെ ഇപ്പോ സിനിമ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ആളുടെ ഹൃദയം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. എപ്പോഴും കിട്ടുന്ന ഇങ്ങനത്തെ ക്യാരക്ടറാണ് കേട്ടോ. കുറെ നായികമാരൊക്കെ ഉള്ള അഴിഞ്ഞിടാൻ പറ്റുന്ന ഞാനിപ്പോ വേറൊരു പടത്തിന്റെ ഷൂട്ടിന് പോയപ്പോ ചേട്ടാ എന്നെ ഓർമ്മ ഉണ്ടായില്ല. എവിടെയോ കണ്ടിട്ടുള്ള ഞാൻ 916 കുഞ്ഞുട്ടന്റെ കാമുകി. നീയെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു നടി ഉണ്ടോ പല സമയത്തും നമ്മൾ അതിശയിച്ചു പോകും. ഈ സിനിമ നടക്കുന്ന സമയത്ത് ഹിന്ദിയിൽ നിന്ന് വിളിച്ചു പോയിട്ടില്ല. ഒന്ന് പറ റിയാക്ഷൻ എടുക്കുക. തമിഴിൽ നിന്ന് വിളിച്ച് പോയിട്ടില്ല. കറക്റ്റ് നമ്മൾ ഹിന്ദിയിൽ നിന്ന് വിളിച്ചത് ആരാണെന്ന് നോക്കണം. വെളിയിൽ കമ്പിളി കൊണ്ടുവന്നൊരു ഹിന്ദിക്കാരെ, തമിഴിൽ നിന്ന് വിളിച്ചത് ആരും നോക്കണം. അവലും കൊണ്ടുവന്നൊരു അണ്ണാച്ചി, എല്ലാവരും ഗ്യാറ്റിൻ്റെ വട. അജയൻ ചേട്ടനെ ആദ്യം പറയാം. കാര്യം ഞാൻ കോമഡി ഷാറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് വന്നത്. അതിനകത്ത് ജഡ്ജായിരുന്നു. അത് ടെനിച്ചേട്ടായാലും ജഡ്ജായിരുന്നു. അങ്ങനല്ല ആ ഒരു സംഭവം പറഞ്ഞാൽ ലേഡീസ് ഫസ്റ്റ് അതൊന്നും കേട്ടിട്ട് ആംഗ്യം കാണിക്കാനാണോ? ഒന്ന് മുഖത്തോട്ട് നോക്കിയേ. സത്യം ഞാൻ പറഞ്ഞത് ആ റിയാ ഷെട്ട് വരെ പറഞ്ഞു പടത്തിന്റെ. ജഗനാചാരി അല്ല, 916 കുഞ്ഞൂട്ടൻ. അത്ര വ്യക്തമായിട്ട് പറഞ്ഞെടുക്കില്ലേ? കടകംപള്ളി സുരേന്ദ്ര. അത് 916 കുഞ്ഞൂട്ടൻ. എടാ മണ്ട, പറ. എടാ 916 കുഞ്ഞൂട്ടൻ. അത് തന്നെയാണോ പറയണേ? പോത്തെ എക്സ്പ്രഷൻ കൊടുക്കും. നായാട്ട് അത് തന്നെ. അതിന് പോയിട്ട് വേറെ വഴിക്ക് വരണം. ധാരണ സൈഡിൽ കൂടെ കാന്താരി. കാപ്പിയായി അത് തന്നെ. തോറ്റു ചേർത്തലത്ത നല്ല ഊണാണ് അവിടെ. നന്ദി താങ്ക് യു. ഒരു എന്താ പറയുക, വളരെ ചെറുതായിട്ടുള്ള എന്നാൽ ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്ന വലുതായ ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്രയും പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെ കടന്നു വരാൻ പറ്റിയത് അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു സ്നേഹമുണ്ടല്ലോ, നമ്മുടെ സപ്പോർട്ട്, അതുതന്നെയാണ് അതിന് പിന്നിലുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കരുതുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. 916 കുഞ്ഞൂട്ടന്റെ വിശേഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് അജയൻ ചേട്ടൻ, നോബി ചേട്ടൻ, അന്യ. നമസ്കാരം, വെൽക്കം ടു മൂവി വൺ. സുഖമായിരിക്കുന്നു? നമസ്കാരം. നമസ്കാരം. നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. എങ്കിൽ വല്ല പാർക്കിലിടാൻ പോവാം. പാർക്കിൽ പോ. പാർക്കിലെന്താ നോക്കിച്ചേട്ടാ അമ്മ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരിക്കും. കുഞ്ഞൂട്ടന്റെ വിശേഷങ്ങൾ പറയൂ. കുഞ്ഞൂട്ടൻ്റെ വിശേഷം എന്താ? 916 കുഞ്ഞൂട്ടനാണ്. നല്ലൊരു തങ്കപ്പെട്ട അങ്ങനെ ഇപ്പോൾ സിനിമ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ആളുടെ ഹൃദയം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനൊരു നല്ലൊരു ക്യാരക്ടർ നമുക്ക്. 916 കുഞ്ഞോണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 3-4 നായികമാരുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു 3-4 നായികമാരുടെ 3-4 ഇല്ല, ആകെ 2 നായികയുള്ളൂ. സാധാരണ എല്ലാവർക്കും ഒരു നായിക സാധാരണ വരാം, അല്ലേ? 2 നായിക വരുന്നില്ല. ആലോചിച്ചോക്കണം. പിന്നെ എൻ്റെ കൂട്ടുകാരനായിട്ടാണ് അദ്ദേഹം ഈ പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 പറഞ്ഞ പുള്ളി 4 പറഞ്ഞ് കയറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, ഞാനിപ്പോ വേറൊരു പടത്തിന്റെ ഷൂട്ടിന് പോയപ്പോ ചേട്ടാ എന്നെ ഓർമ്മ ഉണ്ടായില്ല. എവിടെയോ കണ്ടിട്ടുള്ള ഞാൻ 916 കുഞ്ഞുട്ടന്റെ കാമുകി. അങ്ങനെ പരിചയപ്പെട്ട കുറെ കുട്ടികൾ. എങ്ങനെയുണ്ടായിരുന്നു? എത്ര നായകൻ? 2 നായികമാരുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. നായികമാരെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലോ. അത്ഭുത ദ്വീപിൽ എത്ര നായികമാരായിരുന്നു, അവരെല്ലാം എവിടെ ചെന്നാലും ഇങ്ങനെയാണ്. എപ്പോഴും കിട്ടുന്ന ഇങ്ങനത്തെ ക്യാരക്ടറാണ് കേട്ടോ. കുറെ നായികമാരൊക്കെ ഉള്ള അഴിഞ്ഞിടാൻ പറ്റുന്ന. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. സിനിമയുടെ ഇതിൽ തന്നെയുണ്ട് കുഞ്ഞൂട്ടൻ. കൊച്ചുകുട്ടിയാണ് ഞാൻ, കുഞ്ഞു മനസ്സും ഒക്കെ ആയിട്ടുള്ള. അങ്ങനെ ഒരു
പറഞ്ഞ പോലെ തന്നെ ഒരു പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന്. പിന്നെ നായിക പ്രാധാന്യമുള്ളൊരു നായികമാർക്കും അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുള്ള ഒരു സിനിമയുടെ ഡയറക്ടർ ആര്യൻ വിജയ് മോർസെ ഡ്രാഗണാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോർസെ ഡ്രാഗൺ എൻ്റർടൈൻമെൻറ്റ് ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം തന്നെ മലയാളത്തിൽ അത്യാവശ്യം നല്ല മികച്ച നടന്മാർ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇതിൽ പ്രധാന വേഷം കുഞ്ഞൂട്ടൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ കഥ പോകുന്നത്. ഇത്രയൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത്. ടിനിച്ചേട്ടന്റെ ലുക്ക് ഭയങ്കര വൈറലായിട്ടുണ്ടാവും. ആ പുള്ളിയെ വൈറലാണ്, പിന്നെ ലുക്കും കൂടെ വൈറലാവും. ആ ഒരു ലുക്കില് ടിനിച്ചേട്ടൻ നമ്മള് കണ്ടിട്ടില്ല. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അജയൻ ചേട്ടൻ? അല്ല, ഇങ്ങനെ കണ്ടപ്പോൾ അധികം ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം ഇത് വൈറലായപ്പോൾ തിരിച്ചറിഞ്ഞു കൊടുത്തു. നിങ്ങളാരും ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഫ്രണ്ട്സ് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കലും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ല, ഇത് ഈ സിനിമയിലൊരു എന്താ പറയുന്നത്, വളരെ കുറച്ച് ഉള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത്, ഒരു കൗതുകമായിട്ട് നിൽക്കുന്ന ഒരു എലമെൻ്റാണ്. നല്ല ഒരു ക്രീം സംഭവം തന്നെയാണ്. ഇനി ഇതുവരെ ചെയ്തിരിക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗെറ്റപ്പും അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഞങ്ങളിപ്പോൾ ടിനിയുടെ ഒരുപാട് ഗെറ്റപ്പുകൾ, ഞങ്ങൾ കോമഡി സ്കിറ്റൊക്കെ കളിക്കുമ്പോൾ തൊട്ട് ഗെറ്റപ്പുകളൊക്കെ കുറേ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ സിനിമയിൽ ആദ്യമാണ് ഇങ്ങനെ. ഇവരുടെ 3 പേരുടെ ഒപ്പം പിടിച്ചു നിൽക്കാനായിട്ട് പാടായിരുന്നു നീയ? പാടെന്ന് വെച്ചാല് കോമഡി ആയിരുന്നു. ഇപ്പൊ എന്ത് സിറ്റുവേഷൻ വന്നാലും ഇവര് കൂടെ ഉള്ളത് ചിലപ്പം ഈ നോബിച്ചേട്ടനൊക്കെ ഫ്രണ്ട് നിൽക്കാൻ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. നമ്മളുടെ ഷോട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് എന്നിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ കോമഡിയിലായിരുന്നു. ആ ടൈമിൽ കോമഡി കാണിക്കുമ്പോൾ നമ്മളവിടെ അങ്ങനെ ചെയ്യും. ഫുൾ സിറ്റുവേഷൻ കോമഡിയാ പുള്ളി. നോബിച്ചേട്ടാ പേടിപ്പിച്ചിട്ടുണ്ടോ? പക്ഷെ നീയൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ്, നമ്മളെന്ത് കാണിച്ചാലും. പക്ഷെ നീയോട് ആരോണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ തമാശ പറയുന്നതാണ്, അവരെന്ത് പറഞ്ഞാലും ചിരിച്ചോണം. നോബി സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാലും നീ ചിരിക്കുവാണ് ഭയങ്കരമായിട്ട്. അല്ല, ഇവരെന്ത് പറഞ്ഞാലും ഇത് കോമഡി ആയിട്ട് നമുക്ക് അങ്ങനെ മൈൻഡിൽ അങ്ങനെയാണല്ലോ. പിന്നെ അതന്നല്ല, എപ്പോഴും തമാശ തന്നെയാണ്. സെറ്റിലൊക്കെ നല്ല. ഇവര് ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തുണ്ടല്ലോ, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തായിരുന്നു പരിപാടി? ഇതൊക്കെ തന്നെ. എന്ത് വെറുതെ ഇരുന്ന് ചളയടിച്ചോണ്ടിരിക്കുക? ചിലതൊന്നും ഡയറക്ടർ വന്നിട്ട് ഫ്രീ ആണെങ്കിൽ ഒരു ഷോട്ട് എടുക്കാന്ന് പറയും നമ്മളടുത്ത്. ഇവരുടെ ചില കോമഡികളെ ഒരു ഷോട്ട് ഇവർക്ക് മനസ്സിലാവും. ആ കൂട്ടത്തിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് വേഗം അത് കേറൂല. ഇവര് ശരിക്കും എന്താ ശരിക്കും ആലോചിക്കും. പിന്നെ കോന്നി പോയിട്ട് തിരിച്ചു വരും പുള്ളിക്കാരി. കോന്നിയില വീട്. പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇത് മനസ്സിലാവും. യാത്രയില് ഈ രസകരമായിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? ഫുള്ള് നമുക്ക് സമയങ്ങളിലെല്ലാം ഫുൾ ഫണ്ണായിരുന്നു. കാരണം നമ്മളൊന്നും ആരും സെപ്പറേറ്റ് ആയിട്ട് പോയിരിക്കില്ല നമ്മളെ ഷോട്ട് കഴിയുമ്പോ. അപ്പൊ എല്ലാരും കൂടെ ഉണ്ടാവും, എല്ലാരും. അപ്പൊ അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഇവരുടെ പഴയ എക്സ്പീരിയൻസ് ഒക്കെ പറയും. എനിക്കൊരു ഇദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഈ പടത്തില്. അപ്പൊ ഈ ചില സിനിമകളിലൊക്കെ ചിലപ്പോൾ ചില നായികമാരൊക്കെ ഡയറക്ടർ ചോദിക്കും ഡ്രൈവ് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വേഷം കിട്ടാനുള്ള ആവേശത്തിന് ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം ടെൻഷനാണ്. അപ്പോൾ ഈ 4 വീലും ഉണ്ട്, 2 വീലറും ഉണ്ട്, രണ്ടിലും ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പം ഞാൻ ചോദിച്ചു, പക്ഷെ എന്നെ അമ്പരപ്പെടുത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്തു. ഷുമാക്രിയാണിത്, ഷുമാക്രി. ഗംഭീരമായി ഡ്രൈവിംഗ് നോക്കിയാണ്. ഇപ്പൊ നേരത്തെ ഡ്രൈവ് ചെയ്യുമായിരുന്നല്ലോ, ഇതിനു വേണ്ടി പഠിച്ചല്ലോ. ഭയങ്കര ക്രേസ് എന്റെ ചെറുപ്പം മുതലേ. പണ്ടൊക്കെ ബസ്സിൽ കൂടുതൽ ചെറിയ പ്രായം മുതലൊക്കെ ബസ്സിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യല്ലോ പണ്ടൊക്കെ. ഇപ്പോഴല്ലേ എല്ലാവർക്കും പേഴ്സണൽ ബസ് ഓടിച്ചിട്ടുണ്ടോ? അല്ല, ബസ്സിലൊക്കെ പോവില്ലേ, ഡ്രൈവ് അല്ല ട്രാവൽ ചെയ്യുന്ന സമയത്തും ഓടിക്കുന്ന ആളെ ശ്രദ്ധിക്കും. അപ്പൊ എന്റെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ ആയിരിക്കും. അപ്പൊ എന്നിട്ട് ഇപ്പൊ ഒരു ലേഡീസ് ആരുടെ സ്കൂട്ടറൊക്കെ ഓടിച്ച് പോകാണെങ്കിലും കണ്ണിന്റെ കണ്ണിന്ന് പറയുന്നവരെ നോക്കി നിൽക്കും. അത്ര ഇഷ്ടമായിരുന്നു. എൻ്റെ മോൾക്കും ഇപ്പൊ അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടികൾ. 18 വയസ്സായി അപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എന്താ പറയാ, മൈ ബിഗ് ഫാദറിലെ ആ ഒരു ഫിലിമില് അച്ഛന്റെ ക്യാരക്ടർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അജയൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റിയൽ ലൈഫില് 2 കുട്ടികളും കൂടെ വട്ടാക്കുന്നുണ്ടോ? വട്ടല്ലല്ലോ, എൻജോയ് ചെയ്യുമല്ലേ നമ്മളെ. ഇപ്പം ചെറിയൊരു കുഞ്ഞല്ലേ, ഇപ്പോൾ 2 വയസ്സായിട്ടുള്ളൂ. അപ്പം ആ മൂത്തയാളുണ്ടായ ആ ഒരു കാലത്തിലേക്ക് നമ്മൾ മനസ്സങ്ങ് പോവല്ലേ. അപ്പോൾ ഭയങ്കര രസമാണ്. കാരണം വീട്ടിലിപ്പോൾ അവളുടെ ആ ഒരു ഏജൊക്കെ അധികം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ബിസിയായിരുന്നു. പലപ്പോഴും പുറത്ത് പ്രോഗ്രാമിനൊക്കെ പോയാൽ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും കൊച്ചൊരു പരിവായിട്ടുണ്ടാവും വലുതായിട്ട്. പക്ഷേ ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ അവളുടെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ കൂടെ നിന്ന് അതൊക്കെ കാണുന്നതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്.
ഈ പിന്നെ അവരുടെയൊക്കെ കൂട്ടുകാരനായിട്ടാണ് നിൽക്കുന്നത്, ആ ഫ്രണ്ടാണ്, അല്ലാതെ അച്ഛനല്ലല്ലോ. അപ്പോൾ കളിപ്പാട്ടവും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ വളരെ അത് അങ്ങനെ ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട്. ചേച്ചി അനിയത്തിയൊക്കെ എങ്ങനെയാ ആ ഒരു ചേച്ചി അനിയത്തിയും തമ്മിൽ നല്ല നല്ല ഇതാണ്. ചേച്ചി ഒരു വളരെ കെയറിങ് ആയിട്ടും ഒരു ചേച്ചിയുടെ പഠിത്തവും ട്യൂഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാത്രം പുള്ളിക്കാരി അതിൽ ബിസിയാകുമ്പോൾ മാത്രം ശ്രദ്ധിക്കാനില്ലെന്നുള്ളൂ. പക്ഷെ അവർ തമ്മിൽ നല്ല ഓക്കെയാണ് അവർ തമ്മിൽ. ഇപ്പോ എന്താ പറയാ ടീനിച്ചേട്ടന്റെയും അജയ് ചേട്ടന്റെ ആ ഒരു കോംബോ നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ് ആ ഒരു കോംബോ ഒക്കെ വേണ്ടി. പക്ഷെ ഇപ്പോ ആളുകൾ മാറിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുണ്ട്, ക്രിറ്റിസിസം ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോ ആ ഒരു കാര്യത്തില് എന്തെങ്കിലും പേടിയുണ്ടോ? അങ്ങനെ ആളുകൾ എങ്ങനെ എടുക്കും ഒരു എന്നോർത്തിട്ട്? ഞങ്ങൾ ഒന്നിച്ചുള്ള കോംബോ എന്ന് പറയുന്നത് കോമഡി ആ ഒരു തുടക്കകാലത്തിലുള്ള കോംബോ കഴിഞ്ഞതിന് ശേഷം കുറേ ആയപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ രണ്ടുപേരും കൂടെ നിന്നിട്ടുള്ള തമാശ വേദികളെല്ലാം നിർത്തിയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിയാലിറ്റി ഷോയിലെ ജഡ്ജ്മെൻറ്റ് സീറ്റിലേക്കൊക്കെ വന്നു. അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ കൂടുതലും അങ്ങനെ സിനിമയിലെയാണ് ഞങ്ങൾ ഒന്നിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള സംഗതി മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് നമ്മളും കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നിന്നിട്ട് അന്ന് പറഞ്ഞിട്ടുള്ള തമാശകളും പല കോമഡികളും ഇന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, കാരണം ഞാൻ അവനെ കളിയാക്കുക, അവൻ എന്നെ കളിയാക്കിയിട്ടൊക്കെ ഉള്ള ഒരുപാട് സ്കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പടത്തിൽ ഞാനും ടിനിയും ത്രൂ ഔട്ട് അല്ല, ഒരു കഥയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്ത് വരുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ഗംഭീരമായൊരു ക്യാരക്ടറാണ് ടിനിയും ചെയ്തത്. അപ്പോൾ ആ കോംബോ ഒന്നും ഈ സിനിമയിൽ ഓർക്കില്ല, ഇല്ല. രണ്ട് കഥാപാത്രങ്ങളാണ് സിനിമയിൽ, അത്രേ ഉള്ളൂ. നിങ്ങള് ആ ഒരു കോംബോ വർക്ക്ഔട്ട് ആയിട്ടുള്ള ഇനി എന്തെങ്കിലും ഫിലിമോ കാര്യങ്ങളൊക്കെ പ്ലാൻ? അങ്ങനെയുള്ള പടങ്ങൾ പ്ലാനിങ്ങിലുണ്ട്, പക്ഷെ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് വരണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു തുടക്കമാവട്ടെ കുഞ്ഞൂട്ടൻ, 916 കുഞ്ഞൂട്ടൻ. അതെ, എനിക്ക് തോന്നുന്നു ടിനി ഉള്ള അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചും ത്രൂ ഔട്ട് ഈ സിനിമയിലുണ്ട്. ഞാൻ നോബി കൂട്ടുകാരനായിട്ട് ത്രൂ ഔട്ട് വരുന്നൊരു ക്യാരക്ടറാണ് നോബിയുടെ. അതുപോലെ എൻ്റെ ചേട്ടനായിട്ട് ഷാജു, എൻ്റെ അച്ഛനായിട്ട് കോട്ടയം രമേശേട്ടൻ. പിന്നെ നിയ മാത്രമല്ല, ഒരു നായിക കൂടിയുണ്ട്, അത് ഡയാന അമീതാണ്. അങ്ങനെ ഒരുപാട് മികച്ച കുറേ കലാകാരികളൊക്കെ ഈ സിനിമയിലുണ്ട്. നോബിച്ചേട്ട പറയ ക്യാരക്ടറിനെ പറ്റി. കൂട്ടുകാരനായിട്ടാണ്, അപ്പൊ ത്രൂവായിട്ടുണ്ട്, അണ്ണന്റെ കൂടെ എപ്പോഴും ഉണ്ട്. എല്ലാ കുരുത്തക്കേടിനും കൂട്ടു നിൽക്കുന്ന ഒരു കൂട്ടുകാരനായി. കുരുത്തക്കേട് ഇല്ലല്ലേ അങ്ങനെ ഒരുപാട്, അങ്ങനെ വലിയ കുരുത്തക്കേടുള്ള ആളല്ല, നല്ല തങ്കപ്പെട്ട പ്യുവർ. അങ്ങനെയുള്ള ആളുടെ സുഹൃത്താകുമ്പോൾ നമ്മളും പ്യുവർ ആയിരിക്കണം. അത് അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. ഞാനുണ്ട്, ബിനോയ്, പിന്നെ നമ്മുടെ ഷിനോജ് ഉണ്ടല്ലേ, നമ്മുടെ ഷിനോജ്, അങ്ങനെ കുറേ പേരായിട്ട് കോംബോയാണ്. ഇപ്പൊ വൈഫ് അഡ്വക്കേറ്റ് ആണ്, അപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും അതിന്റെ ദോഷവശങ്ങളോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിനെ കുറിച്ച് ക്ലാസ് എടുത്തൊക്കെ തരാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ആള് പറയാറുണ്ടോ? ഒരിക്കലും ഇല്ല, നമ്മളതിനെപ്പറ്റി ചോദിക്കാറില്ല. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? ഈ സിനിമയിലെ ഇങ്ങനത്തെ ക്യാരക്ടറിന് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ലോൺ അടയുക, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അതില് കറക്ഷൻ ചെയ്യാൻ നിന്ന് നമ്മൾ വീട്ടിലിരിക്കും. നമുക്ക് തരുന്ന കാര്യം ഒന്നാമത് ഇത്രയും ആർട്ടിസ്റ്റുകളുള്ളൊരു മേഖലയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ, ചെറുതാണ്. അവിടെ തന്നെ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, ഓരോ ദിവസം ഓരോ ആർട്ടിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആർട്ടിസ്റ്റിനെ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഇവിടെ. ആ മേഖലയിലാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖല മത്സരിക്കില്ല, അവിടെ ഒരു വേഷം കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ് ഇപ്പം, അല്ലേ? സത്യമാണ്. ഇന്ന് ഒരു സ്റ്റാർ വേണമെന്നില്ല, പുതിയൊരു ആർട്ടിസ്റ്റിനെ വെച്ചൊരു പടം ചെയ്തത് വിജയിച്ചാൽ അയാൾ സ്റ്റാറായി. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കൂ, നമ്മളിപ്പം ജോക്കർ തൊട്ടിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ടൊരു 25 വർഷത്തിനടുത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് ആഘോഷിക്കണം, 25 വർഷമായി. 25ാം വർഷത്തിൽ നിൽക്കുന്ന ഒരു സമയത്തുള്ള ഒരു പ്രധാന വേഷത്തിൽ വരുന്നൊരു സിനിമയാണ് 916. അപ്പോൾ അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. നോബി പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു എന്താ പറയുക, വളരെ ചെറുതായിട്ടുള്ള എന്നാൽ ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്ന വലുതായ ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ നമ്മളത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്രയും പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെ കടന്നു വരാൻ പറ്റിയത് അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നുണ്ട്.
അതിന് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു സ്നേഹമുണ്ടല്ലോ, നമ്മുടെ സപ്പോർട്ട്, അത് തന്നെയാണ് അതിന് പിന്നിലുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കരുതുന്നത്. ഇപ്പൊ ഈ ഫിലിമിലെ പാട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മധുചേട്ടനും നാരായണ ഗോപനുമായിട്ട് പാടിയത്. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയത് ലാലേട്ടനായിരുന്നു. പോസ്റ്റർ ടൈറ്റിൽ ലോഞ്ച്. അതെ, ഓക്കെ. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും പറയാം. അതായത് ഈ ടൈറ്റിൽ ലോഞ്ചിനെ പറ്റി തന്നെ പറയാം. പ്രത്യേകിച്ച് ലാലേട്ടനോട് വലിയ താങ്ക്സ് പറയണം. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞു സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം തന്നിട്ട് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ഒരു മനസ്സ് കാണിച്ചതും. ടിനിയാണ് ലാലേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞത് ഇങ്ങനെ ഒരു പടമുണ്ട് ചേട്ടന് തന്നു. അതിനുവേണ്ടി സമയം കണ്ടെത്തി വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം വന്ന് അത് ചെയ്തു തന്നതും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ ടൈറ്റിലോ പോസ്റ്റർ ചാക്കോച്ചനും അതുപോലെ ഉണ്ണി മുകുന്ദനുമായിരുന്നു. അതെനിക്ക് തോന്നുന്നത് നമ്മളെ ഒന്നുമില്ല, എല്ലാവരുടെ ഒരു വലിയ സപ്പോർട്ട് എനിക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു സിനിമയ്ക്കൊപ്പം ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് കരുതുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ ഒരു ചേർത്ത് പിടിക്കൽ കരുതലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഈ പാട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പാട്ട് എനിക്കൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ പ്രധാന വേഷം ചെയ്ത സിനിമകൾ ഇപ്പോൾ അത്ഭുതദ്വീപാണെങ്കിലും ബിഗ് ഫാദർ ആണെങ്കിലും ഇപ്പം ഈ ലാസ്റ്റ് നിൽക്കുന്ന ഇളയരാജ എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിൽ മനോഹരമായ കുറേ പാട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ 916 കുഞ്ഞുട്ടൻ, അതിലും 2 പാട്ടേ ഉള്ളെങ്കിലും വളരെ മികച്ച പാട്ടുകളാണ്. അത് അവർ ആ പാട്ട് ആദ്യത്തെ പാട്ട് റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് വളരെ സന്തോഷത്തോടു കൂടി അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സിനിമയും ആകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ടാസ്ക് തരട്ടെ നോബ് ചേട്ടാ, കുറച്ച് പേരെ പറ്റി പൊക്കി പറയണം. അജയൻ ചേട്ടൻ, ടിനി ചേട്ടൻ, നിയ ആൻഡ് ഡയാന. അജയൻ ചേട്ടൻ ആദ്യം പറയാം. കാര്യം ഞാൻ കോമഡി ശാസ്ത്രം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് വന്നത്. അതിനകത്ത് ജഡ്ജായിരുന്നു. അതിന് ടിനിച്ചേട്ടൻ അതിൽ ജഡ്ജായിരുന്നു. അങ്ങനല്ല ആ ഒരു സംഭവം പറഞ്ഞാൽ, അപ്പോൾ അന്ന് നമ്മളൊരു സ്കിറ്റ് പഠിച്ചിട്ട് ഇത് പെർഫോം ചെയ്യണം ഇവരുടെ ഫ്രണ്ടിലാണ്. കാര്യം ഇപ്പോൾ ഇവർ സീനിയർ അല്ലേ, ഇവരുടെ ഫ്രണ്ടിൽ നമ്മൾ പെർഫോം ചെയ്ത് ഇവർ വേണം വിലയിരുത്താൻ. അന്ന് ഈ കോമഡി ശാസ്ത്രമൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇന്ന് കണ്ടെന്നേ ഉള്ളൂ. അന്ന് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു ആ ശനിയും ഞായറും. കാര്യം നമുക്കറിയാം അന്ന് ഞങ്ങൾക്ക് ടെൻഷനാണ്. കാര്യം ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ പിറ്റേന്ന് ഞങ്ങളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം ഇത് നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇവരുടെ മുമ്പിൽ കാര്യം മാർക്ക് വേണമെന്ന് നന്നാവണം, കാര്യം നമുക്ക് രക്ഷപ്പെടണം. കാര്യം നമ്മളെ ഫ്രണ്ടിലുള്ളൊരു തുറുപ്പച്ചീട്ടാണല്ലോ. അപ്പം നമ്മൾ ഇവരെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യണം. അപ്പം അന്ന് നമ്മൾ പെർഫോം ചെയ്ത സമയത്ത് ഞങ്ങളെ ജഡ്ജ് ചെയ്തവരാണ്. അപ്പം അന്ന് ആ ഒരു ബഹുമാനം ഒക്കെ ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അപ്പം അവരോട് അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം ഇല്ലേ. അത് ത്രൂ ഔട്ട് അണ്ണൻ്റെ കൂടെയുള്ളൊരു ക്യാരക്ടർ. നീയെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു നടി ഉണ്ടോ പല സമയത്തും നമ്മൾ അതിശയിച്ചു പോകും. എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം. കാര്യം നമുക്കറിയാൻ പറ്റും. കാര്യം എത്ര ഈ സിനിമ നടക്കുന്ന സമയത്ത് ഹിന്ദിയിൽ നിന്ന് വിളിച്ചു പോയിട്ടില്ല. ഓന്ന് പറ റിയാക്ഷൻ. തമിഴിൽ നിന്ന് വിളിച്ച് പോയിട്ടില്ല. കറക്റ്റ് നമ്മൾ ഹിന്ദിയിൽ നിന്ന് വിളിച്ചത് ആരാണെന്ന് നോക്കണം. വെളിയിൽ കമ്പിളി കൊണ്ടുവന്നൊരു ഹിന്ദിക്കാരെ, തമിഴിൽ നിന്ന് വിളിച്ചത് ആരും നോക്കണം. അവലും കൊണ്ടുവന്നൊരു അണ്ണാച്ചി, എല്ലാവരും ക്യാറ്റിൻ്റെ വിളിച്ചിട്ട് സിനിമയെ ശ്രദ്ധിച്ച് അത്രയും ശ്രദ്ധയോടെ അഭിനയിച്ച ഒരു നായിക. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് ഇപ്പോൾ നോബി പറഞ്ഞില്ലേ ഞങ്ങൾ ജഡ്ജ് ചെയ്ത സംഭവങ്ങൾ, അത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞു. ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് ടാസ്കിലേക്ക് പുള്ളി കയറിയത്. പിന്നെ അതിനകത്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. നോബിയെ പോലെ തന്നെ ഞാനും ടിനിയൊക്കെ ഇരുന്നിട്ട് ഇതേപോലെ തന്നെ നമ്മളെ ജഡ്ജ്മെൻറ്റ് പറയാൻ പറ്റില്ല, ആ ജഡ്ജിൻ്റെ സീറ്റിലിരുന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ സമയത്ത് ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ വളരെ ഫ്രീ ആണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഈ സ്കിറ്റും കാര്യങ്ങളൊക്കെ അവരെ വിമർശിക്കുകയും അവരെ നിർത്തിപ്പൊരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഭയങ്കര സന്തോഷമാണ്. കാരണം നോബി ആണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ പടത്തിലൂടെ നിർമ്മൽ വന്നത്, നിർമ്മൽ പാലാഴി, നിർമ്മൽ, ഹരീഷ് കണാരനൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്ത സാജു നവോദയ, ഇവരൊക്കെ അസീസ് മലയാള സിനിമയിലെ മികച്ച താരങ്ങളായിട്ട് മാറി വളരെ ബിസിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ശരിക്കും ഞാൻ നോബിയൊന്നും പോകും. അപ്പോഴും ഇവർ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ നമ്മളോട്, അത് വലിയൊരു സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കും അതൊരു ഭയങ്കര എന്താ പറയുന്നത് ഒരു വലിയൊരു അനുഭവമായിട്ട് മാറുന്നുണ്ട്.
അത്ര അല്ല അതാണ് കാര്യം നമ്മുടെ തുടക്കമാണ്. നമ്മുടെ തുടക്കത്തിൽ നമ്മളെ തളർത്തി നമ്മൾ തീർന്നു. ആ ഒരിക്കലും തുടക്കത്തിൽ വേദനിപ്പിച്ചിട്ടില്ല നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നവരും. അത് വലിയൊരു കാര്യമാണ്. പിന്നെ അവർക്ക് അർഹതപ്പെട്ട തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യും, കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊന്നും നമുക്ക് നമ്മുടെ ആൾ അല്ലെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നുമില്ല, കറക്റ്റായിട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്തൊക്കെ വേണമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം അവരോട്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ തന്നെ നമ്മളെക്കാൾ മികച്ച കഴിവുള്ളവരാണ്. അത് കഴിഞ്ഞു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വരുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പം നമ്മളോട് ഒന്ന് പറഞ്ഞപ്പോൾ സ്റ്റേജിൽ കയറിയിട്ടൊരു മിമിക്രി ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. ടിനി ചെയ്യുമായിരിക്കും, പക്ഷേ ഞങ്ങളെല്ലാവരും മിമിക്രി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എങ്ങനെയാണ് എന്താണ് പെട്ടെന്ന്. അതാണ് ഇന്നത്തെ കാലം മാറി. നമ്മൾ ചിന്തിക്കാതൊരു വാക്ക് പറയാൻ പറ്റില്ല. ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന പറഞ്ഞില്ല, അന്നും ക്രിട്ടിസൈസ് ഉണ്ടായിരുന്നു. കാര്യം ക്രിട്ടിസൈസ് കാണിക്കാൻ ഇതില്ലായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, ആർക്കും എവിടെ നിന്ന് മുഖമില്ലെന്നും പറയാം. ക്രിട്ടിസൈസും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചർച്ചയാണ്. അതെ, അതാണല്ലോ. അപ്പം നമുക്ക് ഒന്ന് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോണത്. ഇവിടെ ജീവിച്ചു പോകാൻ തന്നെ അല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ചു. അടുത്തത് പറഞ്ഞില്ല. ഡയാന എപ്പിസോഡ് കാണുമെന്ന് അറിയില്ല, കാര്യം ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് ഉറങ്ങിപ്പോവുള്ളൂ. അപ്പോൾ അവളെ പോഷൻ വരുമ്പോൾ ചിലപ്പോൾ കേട്ടില്ലെന്ന്. എന്നാലും ഡയാന നല്ല നമ്മുടെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ് ഡയാന. ഒരുപാട് സന്തോഷം. കാര്യം ഡയാനെ പോലുള്ള ആർട്ടിസ്റ്റിനോട് അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് ഞാൻ. ഇങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചത്, കുറച്ചുകൂടി പൊക്കി പറഞ്ഞു. ഞാൻ അവരെ കളിയാക്കിയത് ശരിക്കും. ജെനുവിൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്ന റിയാലിറ്റി ആയിട്ട് പറയുന്നത്. അല്ല, ഇതിനകത്ത് വേറൊരു ഒരു നായിക പ്രാധാന്യമാണ്. ഇതിനകത്ത് ഡയാനയും നീയും ഒരു പ്രാധാന്യമുള്ള രണ്ട് ക്യാരക്ടറാണ്. ഞാനതല്ല ആലോചിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് ഇവൻ ഈ ടാസ്ക് പൊളിച്ചു കളഞ്ഞത്. ഇതിനെ വേറെ ഊട്ടിക്കൊണ്ടുപോയി കളഞ്ഞു. എന്റെ ടാസ്ക് ഇങ്ങനെയല്ലെന്ന് ആ കുട്ടി മാച്ചളയാണോ? അല്ല, ഞാൻ പറഞ്ഞതല്ലേ, ഡയാന അവരോട് അഭിനയിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം. ഇതേപോ ഞാൻ പക്രുചേട്ടനെ പറഞ്ഞ പോലെ ടിനിയണ്ണൻ്റെ അല്ല, ഞാൻ ടിനിയണ്ണൻ്റെ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കോമഡി സ്റ്റാഴ്സിൽ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ, ഇത് നടന്ന കാര്യമാണ്, ഞാൻ അദ്ദേഹത്തിന് പൊക്കി പറയണോ എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് എനിക്ക് ആ സ്കിറ്റിൽ എനിക്ക് ഡയലോഗ് പോലും ഇല്ലായിരുന്നു. ആ സ്കിറ്റിൽ ഞാൻ ആദ്യമായിട്ട് കോമഡി സ്റ്റാഴ്സ് ചെയ്യുന്ന സ്കിറ്റിൽ എനിക്ക് ഡയലോഗ് ഇല്ല. അവർ പെർഫോം ചെയ്ത് കട്ടയ്ക്ക് 3 പേര് പെർഫോം ചെയ്യുന്ന സ്കിറ്റിൽ എനിക്കൊരൊറ്റ വേഷമാണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അതായത് ഒരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് സ്കിറ്റ്. അതിനകത്തൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു ഡയലോഗും ഇല്ല, ഒരു ഗിഫ്റ്റും കൊണ്ടുവരിക, ലാസ്റ്റ് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ അതിലൊരു ആർട്ടിസ്റ്റാണ്, 4 മെമ്പറിൽ ഒരാളാണ്. സ്റ്റേജിൽ വന്നാലേ പറ്റൂ, കാര്യം എന്തെങ്കിലും ഒരു വേഷം തന്നാലേ പറ്റൂ എനിക്ക്. അങ്ങനെ ആദ്യമായിട്ടൊരു ഗിഫ്റ്റും കൊണ്ട് കൊടുക്കുന്ന ഒരു സീനായിരുന്നു എനിക്ക്. അന്ന് ടിനിയണ്ണ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ലാസ്റ്റ് നോബി ഗിഫ്റ്റും കൊണ്ടുവന്നു. ചിരിച്ചല്ലോ, ദൈവത്തിനാണ് സത്യം. അപ്പോൾ ചിരിച്ചെൻ്റെ റിയാഷ ഉഗ്ര റിയാറ്റ്. അന്ന് ഒന്നുമില്ലാത്തതുകൊണ്ടേ എന്തോ ഞാൻ കാണിച്ചിട്ടങ്ങ് പോയി. അതിനെ പുള്ളി ബൂസ്റ്റ് ചെയ്തെന്ന് എനിക്ക്. അത് വലിയ കാര്യമാണത്. കാര്യം എനിക്കൊരു ഡയലോഗ് ഒന്നുമില്ല, എന്നെപ്പറ്റി വേണമെങ്കിൽ പുള്ളിക്ക് പറയണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഇത് പറഞ്ഞിട്ട് അപ്പം നമുക്കൊരു ഒരു ഭയങ്കര സന്തോഷമായത്. ആ ജഡ്ജ്മെൻറ്റ് അത് ആൾക്കാർ കേട്ടിട്ട് പറഞ്ഞു, ആ ടി വി നിന്നെപ്പറ്റി നല്ല പറഞ്ഞു കേട്ടോ, നല്ലതായിരുന്നു. അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് പുള്ളി ഒക്കെ അഭിനയിക്കുന്ന സിനിമയിൽ ഇത്രയും മനോഹരമായിട്ട് ഞാൻ ടാസ്ക് ഫിനിഷ് ചെയ്തു. അജയൻ ചേട്ടാ, ഞാൻ 2 ഓഫർ തരട്ടെ. അതായത് ഇപ്പോൾ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ മോനായിട്ടും അതിനകത്ത് പേയ്മെന്റ് ഇല്ല കേട്ടോ, അഭിനയിക്കാൻ വന്നു. പിന്നെ ടിനിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം, അതിനകത്ത് എന്തായാലും അജയൻ ചേട്ടൻ അഭിനയിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഏത് തിരഞ്ഞെടുക്കും? 2 ഒരു ദിവസമൊക്കെ ടിനിച്ചേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കും. അപ്പൊ ലാലേട്ടൻ്റെ അത് നടക്കൂലെന്ന് കഴിഞ്ഞ ജന്മത്തിലല്ലേ പറഞ്ഞത്. എനിക്ക് ഉറപ്പുണ്ട് നടക്കൂല. സമാധാനമായോ? ഓക്കെ, ഇനി ഒരു ഗെയിമും കൂടെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം. ഗെയിം ഉണ്ടാവും. ഗെയിം വിസ്പർ ചലഞ്ച്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ച് തരും, എന്നിട്ടൊരു പാട്ട് കേൾപ്പിക്കും, എന്നിട്ടൊരു പടത്തിന്റെ പേര് പറയും, അത് ഏതാന്നുള്ളത് പറയണം. അത് ഗെയിം കളിക്കാനുള്ള ആള് എങ്ങനെ പറയണോ? അതെ, സൗണ്ട് കേൾക്കില്ല, പുറത്ത് കേൾക്കത്തില്ല, അത് കേട്ടിട്ട് ആംഗ്യം കാണിക്കണം. ഇവർ രണ്ടുപേരും ഞാൻ ഈ പറയാനിരിക്കുന്ന ആളായിട്ട് ഇരുന്നോളാം. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇവര് രണ്ടുപേരും അവിടെ ഇരുത്തിയാൽ മതി, വിളിച്ചാൽ മതി. കേട്ടിട്ട് ആംഗ്യം കാണിക്കാനാണോ?
മേളത്തെ അല്ലേ? ഇതിന്റെ മുകളിൽ ഈ കൈ കാണിക്കുന്നത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ അത് തന്നെ. ഓക്കെ 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 ആണോ? അപ്പൊ പടം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരിപ്പോ അവിടെ ഒന്നും കേക്കില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തുടങ്ങല്ലേ? ആ ഓക്കെ. എളുപ്പമായിരുന്നു. ഒന്ന് മുഖത്തോട്ട് നോക്കിയേ. സത്യം ഞാൻ പറഞ്ഞു. ആ റിയാ ഷെട്ട് വരെ പറഞ്ഞു പടത്തിന്റെ. വാ വിളിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു. ക്യാരക്ടറോ? അല്ല, കാണിക്കോ? ഓക്കെ. ഗഗനചാരി. മനസ്സിലല്ല. ഗഗനചാരി. ഗഗനചാരി. മനസ്സിലായി. ഗഗനചാരി. ഗഗനചാരി. ഇതിപ്പോ എന്നോട് ചോദിച്ചാലും പറയാൻ പാടാം. ആ പേരെത്ര കിട്ടത്തില്ല. സിമ്പിൾ ആയിട്ടുള്ളത് തന്നോ, പക്ഷെ പെട്ടെന്ന് പറഞ്ഞു. എന്നാ മാറ്റി വെച്ചോ. ഗഗനചാരി. 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 ഗഗനാചാരി. ഗഗനാചാരി അല്ല, ഗഗനചാരി. അതാ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ആ പേരത്ര ചിലപ്പോ കിട്ടാതെ വരും. അതാണ് പാടുള്ളത്. പറയണോ? അയ്യോ, ഞാനാണെങ്കിൽ പേരുകളൊക്കെ കൂടി കാണിച്ചു തന്നു. കാണിച്ചെന്ന് തന്നെ ഞാൻ കണ്ടു. ടാസ്ക് പൊളിഞ്ഞ് മാറ്റാം. കംപ്ലീറ്റ് ആ ലിസ്റ്റ് ഫുള്ള് ഞങ്ങളുടെ കിട്ടി. ഇല്ല അറിയത്തില്ല, ഓർമ്മയില്ല. പടത്തിന്റെ പേരല്ലേ? നീ നോപ്പിച്ചേട്ടാ. ഞാൻ പോയിരിക്കും. ഞാനിത് പറയാം. പറഞ്ഞു. 916 കുഞ്ഞോട്ട്. എടാ മണ്ട, എടാ 916 കുഞ്ഞൂട്ടൻ. അത് തന്നെയാടാ പറയണേ പോത്തെ. 916 കുഞ്ഞൂട്ടൻ. 916 കുഞ്ഞൂട്ടൻ. നമ്മുടെ പടം 916 കുഞ്ഞൂട്ടൻ. പറഞ്ഞ പറ. അത്ര മതി. എല്ലാം കൊണ്ട് തിന്നാൻ പോവാം, ഭക്ഷണം കഴിക്കാൻ പോവാം. ഇവിടെ ഒരു ഷാപ്പ് ഉണ്ട്, അപ്പൊ കഴിക്കാൻ പോയില്ല. നല്ല ഭക്ഷണം കിട്ടും. പേര് 916 കുഞ്ഞൂട്ടൻ. അത്ര വ്യക്തമായിട്ട് പറഞ്ഞെടുക്കില്ലേ. കടകംപള്ളി സുരേന്ദ്രൻ, അത് MLA ആണ്. ഒരു പ്രാവശ്യം കൂടി. 916 കുഞ്ഞൂട്ടൻ. 916 പിന്നെ ജയിക്കണം, പിന്നെ ജയിപ്പിക്കണം. 916 അത് കറക്റ്റ്. ആദ്യം പറഞ്ഞ വേറെ അല്ലേ എണ്ണ? ഇനി മോള് വരി. ഈസി പേരായിരിക്കും. 6 അക്ഷരം. ഗാന്ധാരി. ഗാന്ധാരി. എക്സ്പ്രഷൻ കൊടു. നായാട്ട്. അതന്നെ, അതിന് പോയിട്ട് വേറെ വഴിക്ക് വരണം. ധാരണ സൈഡിൽ കൂടെ. തെറി പറയുന്ന എക്സ്പ്രഷൻ ഇടാതെ. നാരദൻ. 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 നാരദൻ അല്ല, ഗാന്ധാരി. ഗാന്ധാരി. അല്ല, നന്ദി. നന്ദി അല്ല. താങ്ക് യു. അതന്നെ.
ഗാന്ധാരി. നാദിറ. മെഹറിൻ ബിഗ് ബോസില്. ഗ ഗ പാട്ട് പാടുന്നില്ല. നൃത്തം. ഗ രാ. ഗാന്ധാരി. ത്രൊച്ചുർച്ചുക്കു. ഗാന്ധാരി. കാന്താര. അടുത്ത് വന്നിട്ടുണ്ട് ഗാന്ധാരി. കാതോട് കാതരം. ഗാന്ധാരി. കാത്യായനി. ആ അത് തന്നെ. തോറ്റു കാർത്തിയായനി തോറ്റു. ചേർത്തലത്ത നല്ല ഊണാണ് അവിടുത്തെ. ഗാന്ധാരി. അയ്യോ ഞാൻ കാന്താര പറഞ്ഞില്ലേ. കാന്താരല്ലേ പറയാ, കാന്താരി പറഞ്ഞില്ലല്ലോ. അങ്ങനത്തെ സിനിമ പേര് പറഞ്ഞാൽ അറിയാൻ പറ്റൂല. 2K കിഡ്സ് അല്ലേ കാന്താര. അല്ലേ? ഗാന്ധാരി കേട്ടിട്ടില്ലല്ലോ പടം. ഗാന്ധാരി കേട്ടിട്ടില്ല. ആ, അതാണ് ഗാന്ധർവം പറയാ. അതാണ് പുതിയ കുട്ടികളായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങള് പഴയ കാർന്നവന്മാർ അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ ഇപ്പൊ അല്ലേ? 916 കുഞ്ഞുട്ടിലേക്ക് വരൂ. അതെ 916 കുഞ്ഞുട്ടൻ ഇനി റിലീസിനടുക്കെയാണ്. അപ്പോ സിനിമ ഏത് രീതിയിലാണ് നമ്മളെ എന്താ പറയാ പ്രേക്ഷകർ ഏത് രീതിയിലാണ് ഇത് പ്രതീക്ഷിക്കേണ്ടത്? കോമഡി, ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ട്? അതെ, ഫാമിലി എന്റർടൈനർ, എല്ലാ ചേരുവകളും ഉള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. 916 കുഞ്ഞൂട്ടൻ, ഡയറക്ടർ ആര്യൻ വിജയ്, മോർസെ ഡ്രാഗൺ ആണ്, ഡ്രാഗൺ എന്റർടൈൻമെന്റ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് ശ്രീനിവാസ് റെഡ്ഡിയാണ്, മ്യൂസിക് ആനന്ദ മധുസൂദൻ, അങ്ങനെ അതുപോലെ ക്രിയേറ്റീവ് ഡയറക്ടർ വിമൽ രാജൻ. ഒരുപടി മികച്ച ടെക്നീഷ്യൻസിൻ്റെ ഒരു പിന്തുണ ഈ സിനിമയ്ക്കകത്തുണ്ട്. എല്ലാ തരത്തിലും എന്താ പറയുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ്, ഒരു ചെറിയൊരു കുടുംബ ചിത്രം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 916 ഫാമിലി ആയിട്ട് എല്ലാരും പോയി കാണണം അല്ലേ ഈ ഒരു ഷോ സമയമാണ്. തീർച്ചയായിട്ടും. അതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമാണ്, കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. എന്നാൽ ഇതൊരു കോമഡി സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പക്രുച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ ലൊക്കേഷനിലാണെങ്കിലും കുട്ടികൾ വരുന്ന സമയത്ത് കുട്ടികളെല്ലാം ചുറ്റും കൂടുന്ന പക്രുച്ചേട്ടൻ്റെ അടുത്താ. സ്കൂളിലൊക്കെ നമുക്ക് നമ്മുടെ സോങ്ങിന്റെ ഷൂട്ടൊക്കെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ക്ലാസ് ഇല്ലായിരുന്നു, പക്ഷെ അപ്പോഴും കുട്ടികൾ കുറേ അധികം വന്നിട്ട് ലൊക്കേഷൻ സ്കൂളിന്റെ അടുത്തായിരുന്നല്ലോ. അല്ല, ഒരു നമ്മുടെ സോങ് സ്കൂളിന്റെ ലൊക്കേഷൻ. അന്ന് ക്ലാസ് ഇല്ലെങ്കിൽ പോലും കുട്ടികൾ കുറെ അധികം ഇവിടെ വന്നിട്ട് കുട്ടികളുടെ ഫാൻസ് പക്രുച്ചേട്ടൻ ഫാൻസാണ് കുട്ടികളെല്ലാം. താങ്ക് യു സോ മച്ച്. പടം അടിപൊളിയായിട്ട് വരട്ടെ, വൻ വിജയമായിരിക്കട്ടെ, തിയേറ്ററൊക്കെ ഹൗസ്ഫുൾ ആവട്ടെ. സന്തോഷം. നിങ്ങളെ സപ്പോർട്ടിന് പ്രത്യേകം താങ്ക് യു പറയുന്നു. എല്ലാവരും ഈ വെക്കേഷന് ഈ സിനിമ ഉടൻ തന്നെ തിയേറ്ററിലെത്തും, കാണണം. ഞങ്ങളുടെ ഈ കൊച്ചു ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കണം.